കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് നരേന്ദ്രമോദി ഇങ്ങനെ ചിലർക്ക് വിദേശകാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാലേ വലിയ ആളാണെന്നുള്ള ഒരു ധാരണ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന സമയത്ത് ഞാനിത് ശശി തരൂരിനോടല്ല പറയുന്നത് എന്ന് പറഞ്ഞൊരു കൊട്ടു കൊടുക്കാറുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കെ മുരളീധരൻ ഇത് പ്രസ്താവനയ്ക്ക് മറുപടി കൊടുക്കുന്ന സമയത്ത് പറഞ്ഞത് അദ്ദേഹം വലിയ അന്താരാഷ്ട്ര പൗരനല്ലേ, ഞങ്ങളൊന്നും അറിവില്ലാത്ത ചെറിയ ആളുകളല്ലേ എന്നുള്ള രൂപത്തിലൊക്കെയാണ്. അപ്പോൾ ശശി തരൂരിൻ്റെ ഈ ഒരു എക്സ്പോഷർ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കോൺഗ്രസിൻ്റെ ഒരു പരിധി ഇതിലൊക്കെ വ്യക്തമാകുന്നുണ്ടോ? അതിൽ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ആ പരാമർശം ഞാനത് ശ്രദ്ധിച്ചിരുന്നു. അതായത് രാഹുൽ ഗാന്ധി ഈ ചൈനയുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നതിനെ പരാമർശിച്ചിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് പറയുന്നത്. ശശി തരൂർ ഉദ്ദേശിച്ചില്ല ഞാനിത് പറയുന്നതെന്ന് പറയുന്നത്. അവരത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അത് BJP അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ശശി തരൂരിനെ പോലൊരാൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നല്ലതാണ് എന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അവർ എക്സ്പെക്ട് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രസൻറ്റബിൾ ആയിട്ടുള്ള, പ്രത്യേകിച്ച് കേരളത്തിൽ കൂടുതൽ പ്രസൻറ്റബിൾ ആയിട്ടുള്ള ഒരു ലീഡർ എന്നുള്ള നിലയിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ വാക്കുകളിലൂടെ നമ്മൾ കാണുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര സ്പിയറിൽ ഇപ്പോൾ S ജയശങ്കറാണ് അവർക്ക് ഏറ്റവും അധികം ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള, പഴയ വിദേശകാര്യ സെക്രട്ടറി ആയിരിക്കുന്ന 2 ടേമായിട്ട് ഇപ്പോഴും വിദേശകാര്യമന്ത്രിയായിട്ട് തുടരുന്ന S ജയശങ്കറിനെയാണ് അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ്, അവസാനത്തെ വാക്ക്. ഇപ്പോൾ നമ്മൾ UPA കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഒരു ഡെഫിനറ്റ് ബെറ്റായിരുന്നു. ബറാക്ക് ഒബാമയാണെങ്കിൽ, അല്ലെങ്കിൽ അന്ന് ടോണി ബ്ലെയർ ആണെങ്കിൽ, A or B എല്ലാ ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമുകളിലും ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെഫിനറ്റ് ബെറ്റായിരുന്നു. എല്ലാവർക്കും സ്വീകാര്യനായ, ഏത് നിലയ്ക്കും, അത് എക്കണോമിക്സ് ആണ് എക്കണോമിക്സ്, വിദേശകാര്യമാണ് വിദേശകാര്യം, മറ്റേത് ലെവലിലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. നമുക്ക് മൻമോഹൻ സിംഗിനെ കുറിച്ച് വേറെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, അത് വേറെ പ്രശ്നം. സെക്കൻഡ്, അന്നത്തെ വിദേശകാര്യ സെക്രട്ടറിമാരുടെ നിര നിങ്ങളെടുത്ത് നോക്കൂ. ശിവശങ്കർ മേനോൻ ഉണ്ടായിരുന്നു, സുജാത ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ടോപ്പ് ലെവൽ എക്സ്പോഷറുള്ള ആളുകളൊന്നുണ്ടായിരുന്നു. സെക്കൻഡ് ലെയർ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. പ്രണബ് മുഖർജി ഉണ്ടായിരുന്നു, വിദേശകാര്യമന്ത്രിയായിരുന്നു പ്രണബ് മുഖർജി. നട്വർ സിംഗ് ഉണ്ടായിരുന്നു. നട്വർ സിംഗിനെ കുറിച്ച് പിന്നീട് അലിഗേഷൻസ് ഒക്കെ വന്നു, പക്ഷേ എങ്കിലും നട്വർ സിംഗ് ഉണ്ടായിരുന്നു. നട്വർ സിംഗിനും ഈ എബിലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ശശി തരൂർ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു എന്താ പറയുക, ഇൻ്റർനാഷണൽ എക്സ്പോഷറുള്ള ഈ നേതാക്കളൊക്കെ ആയിട്ട് വളരെ എളുപ്പത്തിൽ സംവദിക്കാൻ കഴിയുന്ന ആളുകളുണ്ടായിരുന്നു. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഇൻ്റർനാഷണൽ എക്സ്പോഷർ എടുത്തു കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്ക് കിട്ടുന്ന ഇൻ്റർനാഷണൽ എക്സ്പോഷർ നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പോഴാണ് ഭയങ്കര ഗംഭീരമായിട്ട് നമുക്ക് തോന്നുക. അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ടുള്ള കാഴ്ച എന്താണെന്ന് നമുക്കറിയില്ല. നമുക്കറിയില്ല എന്നേ നമുക്ക് പറയാൻ പറ്റൂ. അതറിയില്ല എന്ന് പറയുന്നതിൽ തന്നെ അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ ആരാള്? അജിത് ദോവൽ. വിദേശകാര്യ സെക്രട്ടറി ആരാണ് എന്ന് ഈ കാലഘട്ടത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു വിദേശകാര്യ സെക്രട്ടറിയെ നമ്മളുടെ മുമ്പിലേക്ക് ഇതാണ് ശിവശങ്കർ മേനോനെ പോലെയോ സുജാതയെ പോലെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഈ വിദേശകാര്യ സെക്രട്ടറി എന്നുള്ള പോസ്റ്റിൽ? നമുക്കറിയില്ല. ഇപ്പോൾ ജയശങ്കർ ഓഫ് കോഴ്സ് ചെറിയ കാലത്ത് ജയശങ്കറിനെ നമ്മൾ കേട്ടിരുന്നു, അതിനുശേഷം അദ്ദേഹം വിദേശകാര്യമന്ത്രി. എന്നാൽ പോലും ആ ഒരു എലഗൻസ് അദ്ദേഹത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റില്ല. ഈ ഒരു വാക്വം അവിടെയുണ്ട്. അവിടേക്ക് BJP എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു പേരായിരിക്കും ഒരുപക്ഷെ ശശി തരൂർ. അവർക്ക് അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാം. ആ എക്സ്പെക്റ്റേഷൻ മോശമല്ല എന്ന് ഞാൻ പറയും. പക്ഷേ ശശി തരൂർ ആ ട്രാപ്പിൽ വീഴും എന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല. ശശി തരൂരിൻ്റേതായ പൊളിറ്റിക്കൽ ആസ്പിറേഷൻസ് ഉണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചില ഘട്ടങ്ങളിലെങ്കിലും നമ്മൾ ഒരു എന്താ പറയുക, ചില സന്ദർഭങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് BJPക്ക് അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാം. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി പറയുന്നത് ഞാൻ ശശി തരൂരിനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത് എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. ഇത് മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ കേരളത്തിലെ സവിശേഷ സാഹചര്യം വെച്ചുകൊണ്ട് സതീശനോ VD സതീശനോ അല്ലെങ്കിൽ K മുരളീധരനോ രമേശ് ചെന്നിത്തലയോ അത്ര എളുപ്പമായിരിക്കില്ല. കാരണം അവർക്ക് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ സെനാരിയോയിൽ ഒരു മുന്നോട്ട് പോവുക, കേരളത്തിൻ്റെ അധികാരം UDFന് വേണ്ടി തിരിച്ചു പിടിക്കുക, ഇതാണ് അവരുടെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ്. അപ്പോൾ അതിന് വിഘാതമായിട്ട് വരുന്നു ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. വ്യവസായ നയത്തെ ശശി തരൂർ പ്രശംസിക്കുമ്പോൾ അത് കേരള സർക്കാരിനുള്ളൊരു അംഗീകാരമായിട്ട് മാറുമോ എന്നുള്ള ചോദ്യം അവരുടെ മുമ്പിലുണ്ട്. നരേന്ദ്രമോദി ട്രംപിനെ കണ്ടിട്ട് നടത്തിയ കൂടിക്കാഴ്ചയെ ശശി തരൂർ അംഗീകരിക്കുമ്പോൾ അത് ഇവിടുത്തെ ഇൻറ്റേർണൽ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എങ്ങനെ ബാധിക്കും എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ട്. ആ ആശങ്കയാണ് അവർ പങ്കുവയ്ക്കുന്നത്. സത്യം പറഞ്ഞാൽ അവർ കുറേ കൂടെ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും
ഇതിനെ കുറേ കൂടെ പോസിറ്റീവായിട്ട് സമീപിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്.